ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും വയനാട് തന്നെ, വയനാട് ചെമ്പ്രയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പ്ര പീക്കിലേക്കുള്ള ട്രക്കിങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ട്രക്കിംഗ് വിശേഷങ്ങളൊക്കെ ഇരിക്കുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് ചെമ്പ്രയുടെ താഴെ തന്നെ ഉണ്ടോ, ഇവിടെ നിന്ന് മരങ്ങളൊക്കെ കൊണ്ട് കാണാൻ പറ്റില്ല. എൻ്റെ പുറകിൽ ഇതേനാ, ഇത് ചെമ്പ്രയിലെ ബംഗ്ലാവാണ്. കുറച്ച് പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പായിട്ട് കയറ്റുള്ളൂ, അല്ല ഗ്രൂപ്പായിട്ട് കയറ്റുള്ളൂ എന്നല്ല, ഗ്രൂപ്പായിട്ട് വരാനാണ് നല്ലത്. 10 പേർക്കാണ് ഒരു ടിക്കറ്റ്. 10 പേർക്ക് 850 ആണ്. അതിപ്പോൾ 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും 4 പേരാണെങ്കിലും 850 തന്നെ എടുക്കും. അപ്പോൾ ഗ്രൂപ്പായിട്ട് കയറാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അവർ ബസ്സിനായിട്ടാണ് വരുന്നത്. കുറച്ചധികം ആൾക്കാരുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഇന്നലത്തെ വീഡിയോ കണ്ടതിൽ ആ വീഡിയോയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ട്രക്കിങ്ങിന് കയറുന്നത്. അപ്പോൾ ബാക്കി ട്രക്കിംഗ് വിശേഷങ്ങളിലേക്ക് ഓക്കെ. അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറി കേട്ടോ. വൻ ചടങ്ങുകളൊക്കെ ആയിരുന്നു. ലൈറ്റർ, സിഗരറ്റ്, സ്പീക്കർ ഇതൊന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല. ഇതകത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ കയറ്റി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും, കേസുണ്ടെന്ന് പറഞ്ഞു. അയ്യോ. അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഒരാൾക്കല്ല, ഒരു ഗ്രൂപ്പിന് 850 രൂപ ഉണ്ട്. നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കയറട്ടെ. വെയിലായി തുടങ്ങി, രാവിലെ കയറേണ്ടതായിരുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിനെ ഒരുക്കിയെടുത്ത് വരുമ്പോഴേക്കും ഒരു നേരവും അറിയാമല്ല. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ട്രക്കിങ് കയറുമ്പോഴേക്ക് വെളുപ്പാൻ കാലത്ത് കയറണം. 7 മണിക്കാട്ട് ഇവിടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ 7 മണിക്ക് തന്നെ കയറേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം 9:20. എന്നാലും കയറട്ടെ. അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത്. വലിയ ഹാർഡ് ട്രെയിലൊന്നുമില്ല കേട്ടോ, സോഫ്റ്റ് ട്രെയിലാണ്. ഇതുവരെ സോഫ്റ്റ് ട്രെയിലാണ്. ഇനി അങ്ങോട്ട് ഹാർഡാവുമെന്ന് അറിയാൻ പാടില്ല. അല്ല, ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, ചൂടുമില്ല, ചെറിയ തണുപ്പ്. ടിക്കറ്റ് ഇപ്പോൾ 2ാം സ്ഥലത്താണ് ചെക്ക് ചെയ്യണത്. ആദ്യം ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്ത്, പിന്നെ 2ാമത് വേറെ സ്ഥലത്ത് ചെക്കിങ് ഉണ്ട്. ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെ പിന്നെന്താണ്, ഒരു ദിവസം 200 പേർക്ക് എൻട്രി ഉള്ളു.
പിന്നെ ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂറിനുള്ളിൽ, അത് അടിയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂറിനുള്ളിൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ കയറി വന്നപ്പോഴേക്കും കുറച്ച് വൈകി. പിന്നെ കഥ പറഞ്ഞ് കയറി. കഥ പറയാൻ പിന്നെ മോശമല്ലല്ലോ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കാട്. ചീവിടിൻ്റെ കിളികളുടെ സൗണ്ടൊക്കെ ഭയങ്കര കുറച്ചുള്ളൂ. വിചാരിച്ച പോലെ അല്ലട്ടാ, അത്യാവശ്യം കയറ്റമുണ്ട്. എന്നെ പോരാത്തനി മഴ ഉണ്ടായിരുന്നുണ്ടേ ഇത്തിരി സ്ലിപ്പറിയാണ്. അയ്യോ, വെള്ളമാണെങ്കിൽ എടുത്തൂല.
1 മണിക്കൂറായിട്ടാ ട്രക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. എത്താറായെന്ന് തോന്നണേ. വഴിയിൽ കുറേ പേര് വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണോ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. വെള്ളമൊന്നും എടുത്തില്ല. ഞാൻ വിചാരിച്ചു വലിയ ട്രക്കിംഗ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ച്. അതുകൊണ്ട് വെള്ളമൊന്നും എടുത്തില്ല. പണിയായി. വെള്ളം ഒഴുകി പോകുന്നുണ്ട്. വരട്ടെ. ഏതാണ്ടൊക്കെ മേളിലെത്തിയേട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയവരോട് ചോദിച്ചപ്പോഴേക്കും ട്രക്കിങ് ഇവിടം വരെ ഉള്ളു, ഞാൻ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഈസിയായിട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞേ. ശ്വാസം കിട്ടണല്ല, നിൽക്കാതെ ഒറ്റ സ്ട്രെച്ചിലിങ്ങാൻ പോകുന്നതുകൊണ്ടേ നല്ല സുഖം. കയറട്ടെ. എത്തിയെന്ന് വിചാരിച്ചിട്ടാ, പക്ഷെ എത്തിയിട്ടില്ല. ഇനി കയറാനുണ്ട് ഒരുപാട്. പക്ഷേ എൻ്റെ അമ്മോ, ഇപ്പോൾ സമയം 10:28, 1.5 മണിക്കൂറായി കയറാൻ തുടങ്ങിയിട്ട്. ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. കയറട്ടെ. ഗായ്സ്, അങ്ങനെ ചെമ്പ്രയുടെ മേളിലെത്തിയിട്ടാ. ഇതാണ് ആ ഹാർട്ട് ഷേപ്പ് ഒരു ചെറിയൊരു കുളമ്പുൽ സംഭവമില്ലേ ചെമ്പ്രയുടെ മേളിൽ. ഇവിടം വരെ അപ്പോൾ ട്രക്കിംഗ് ഉള്ളത് നമുക്ക്. അങ്ങനെ അവസാനം ഇവിടെ എത്തി. ഇനി കുറച്ചും കൂടി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങോട്ടും നടക്കണേ. പക്ഷേ ഈ ഹാർട്ട് ഷേപ്പ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മേളിലേക്ക് കയറി നിൽക്കണം. അവർ നിൽക്കണം. എന്നാലേ ആ ഹാർട്ട് ഷേപ്പ് മനസ്സിലാവുള്ളൂ.
വേണ്ട ഇവിടെ നോക്കിയാലാണ് ചെറുതായിട്ടൊരു ഹാർട്ട് ഷേപ്പ് ഉള്ളു. കാരണം കുറച്ചും കൂടി വെള്ളം കയറണമെന്ന് പറഞ്ഞ്, കുറച്ചും കൂടി വെള്ളം കയറി കഴിഞ്ഞാലേ കറക്റ്റ് ഹാർട്ട് ഷേപ്പ് കയറുള്ളൂ. ഇപ്പോൾ ആ ഭാഗത്ത് വെള്ളം കയറിയിട്ടില്ല, എന്താ കുറച്ച് ഭാഗത്തും കൂടി വെള്ളം കയറാനുണ്ട്. എന്തായാലും ഇവിടെ കയറി വന്നിട്ടുള്ള വ്യൂവും കാറ്റ് വേറെ മൂടാണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് നല്ല, കാരണം കയറി വന്ന വഴിയൊക്കെ ഓർക്കുമ്പോഴേക്കേ ഭയങ്കര മടി, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടുത്തെ വ്യൂ പൊളിയാണ്. വയനാടിൻ്റെ പകുതി കാണാം, പിന്നെ കോഴിക്കോട് കുറച്ച് കാണാം. എന്തായാലും രസമുണ്ട്. ഇവിടെ വൻ വിഷയമൊക്കെ ആയിരുന്നിട്ടാ. ഒരു പയ്യൻ സിഗരറ്റ് പോക്കറ്റിലുണ്ടായിരുന്നു, അവൻ കത്തിച്ചതിലെന്നൊന്നും അറിയാൻ പാടില്ല. നമ്മൾ കയറുമ്പോഴേ ചെക്കിങ്ങിൽ 3 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ലൈറ്റർ, സിഗരറ്റ്, സ്പീക്കർ ഇതൊന്നും കയറ്റാൻ പാടില്ലെന്ന്. ലൈറ്റർ സിഗരറ്റ് എനിക്ക് മനസ്സിലായി, സ്പീക്കർ എന്തുകൊണ്ടാണ് കയറ്റാൻ പാടില്ല എന്ന് പറയണത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ലൈറ്റർ, സിഗരറ്റ്, സ്പീക്കർ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുത്തൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പിടിച്ച് അവൻ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അവനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അടിയിൽ ഫോറസ്റ്റ് ജീപ്പ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയാനുണ്ട്. എന്താവോ എന്തോ, കാരണം ചെമ്പർ ക്ലോസ് ആയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചെമ്പ്ര ക്ലോസ് ആയത് ഒരു ഫോറസ്റ്റ് ഫയർ കാരണമാണ് ചെമ്പ്ര ക്ലോസ് ആയത്. പിന്നെ ഇത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെയും ഈ നശിപ്പിക്കാനായിട്ട് എന്തിനാണല്ലേ. 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് നമുക്ക് ഇറങ്ങാൻ വഴിക്ക്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ചെമ്പ്ര എക്സ്പീരിയൻസ്? അവൻ ചെയ്യാറ് അടിപൊളി, ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. ട്രക്കിംഗ് കയറിയപ്പോൾ ഉള്ള അവസ്ഥകൾ, അതായത് കണ്ടത് മനോഹരാണെങ്കിൽ അത് കാണാനുള്ളത് അതിലേറെ മനോഹരമാണെന്നാണല്ലോ. അത്ര നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ചെന്നാലും നമുക്ക് അവിടെ കാണാൻ മുതലുണ്ടല്ലോ, അടിപൊളിയാണ്. അതാണ് നമ്മൾ റിസ്ക് എടുത്ത്. ഈ സ്ഥലത്തെ കുറിച്ച് എല്ലാ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. കേട്ടില്ല അല്ലേ? അപ്പോൾ വയനാട് പിന്നെ ഒരു മസ്റ്റായിട്ട് ചെമ്പ്ര കയറുക. ആ കയറുന്ന കഷ്ടപ്പാടിനുള്ള കൂലി മേടിച്ച് ചെല്ലുമ്പോൾ കിട്ടും. അങ്ങനെ ചെമ്പ്രന്നൊക്കെ താഴ്ത്തെത്തി വണ്ടി എടുക്കാൻ വേണ്ടി പോണ്. അപ്പോൾ ചെമ്പ്രയുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ചെമ്പ്രയുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. വീണ്ടും സന്ധിക്കും വരെ പീസ് ഔട്ട്.